ഇപ്പം ആരെയാ കാണിക്കുന്ന ഡോക്ടർ ആരാ? ചെന്നൈയിൽ അല്ല, പാൻക്രിയാസിൻ്റെ. ആ, എവിടെയാ പറഞ്ഞിട്ടുള്ളത്? MG ചെന്നൈ. അതല്ലേ. ആരാ ഡോക്ടർ ആരാ കാണിക്കുന്നത്? ശരി. പിന്നെ എലൻ കുമരൻ സാറ്. അപ്പം മറ്റേ കുട്ടിക്ക് അതെയോ? മറ്റേ കുട്ടിക്ക് കഴിഞ്ഞു. ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്? ഇപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു? ഇപ്പം പോകുന്നില്ല. അതെയോ? മറ്റേ കുട്ടിയോ? കുട്ടിക്ക് ആദ്യം ഉണ്ടോ അസുഖം? ഈ കുട്ടിക്ക് ആദ്യം അസുഖമുണ്ടോ? മൂത്ത കുട്ടിക്ക്? ആൾക്ക് 10ാം ക്ലാസ് മുതലാണ്. ഏഴ് ആൾക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. എന്താ ഡോക്ടർ പറഞ്ഞ? എന്താ എൻ്റെ കാരണം എന്നെല്ലാം പറഞ്ഞ വരാനുള്ള അതെയാ? സാധാരണ ഈ ഫസ്റ്റ് ഇതിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധാരണ കൗൺസിലിംഗ് നടത്താറുണ്ട്. രണ്ടാമത്തെ കുട്ടിക്കും വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഹസ്ബൻഡ് ഇല്ല? എത്ര കാലമായി? നമുക്കിത് ആരോഗ്യകരണത്തിൻ്റെ പദ്ധതിയുണ്ട് സാധാരണ ഇതുപോലത്തെ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ. അത് ഞാൻ അവരോട് എൻ്റെ NHMൻ്റെ ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോക്കിയിട്ട് പരിശോധിച്ചിട്ട് വേണ്ട ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏതാ? അല്ല, ഇപ്പം ചെയ്യുന്നുണ്ടത്. ഇപ്പം റെയർ ഡിസീസ് തന്നെയായിട്ടാണ് കണക്കാക്കുന്നത്. അതിലിപ്പോൾ രോഗങ്ങളുടെ പേര് പ്രത്യേകിച്ച്, കാരണം ഓരോ പുതിയ പുതിയ രോഗങ്ങളുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഉറപ്പായിട്ട് ചെയ്യാം. ഡയറക്ടറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ വന്ന് നോക്കിയിട്ട് വേണ്ട ഏർപ്പാട് ചെയ്യും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചോ കേട്ടോ. അത് ഈ കുട്ടി എന്താ നിലത്ത് കിടക്കുന്ന എന്താ? ഏതാ? എന്നിട്ട് അത് കൊടുത്തിട്ട് ഇപ്പം എത്ര കിട്ടി? എത്ര? കൊടുക്കൂലേ? പൈസ കൊടുക്കുന്നത് പോലെ വാങ്ങിക്കും. പൈസ ഈ വീടിൻ്റെ വാടക എങ്ങനെ കൊടുക്കും? ആര്? അതെയോ? അപ്പോൾ എവിടെയാണ് വീട്? എവിടെയാണ് നിങ്ങളുടെ? അതെയോ? എത്ര മാസം വാടക? എത്ര മാസം വാടക? വലിയ ബുദ്ധിമുട്ട്. എവിടെയെല്ലാം മഴ പെയ്താൽ ചോരും. അപ്പം ഞങ്ങൾ വേറെ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. നമുക്കൊന്ന് ഇവരുടെ ഈ വാടക കുറച്ച് കുടിശ്ശികയുണ്ട് ഇവരുടെ. അത് കുറച്ചെങ്കിലും ഒന്ന് കൊടുത്തിട്ട് ഇവർക്ക് ഇവിടെ നിൽക്കാനുള്ള ഒരു സന്ദർഭം ചികിത്സയുടെ NHMൽ പറഞ്ഞിട്ട് നോക്കാം. ഒരു കുട്ടിയുടെ ഇവർക്ക് വേറെ നിവർത്തിയില്ല, അതുകൊണ്ട് വീടൊന്നും ആരും കൊടുക്കൂല വാടകയ്ക്ക്. ഇപ്പോൾ ഇവിടെ തന്നെ തൽക്കാലം നിർത്താൻ വേണ്ടിയിട്ടേ ഇവിടുന്ന് ഇറക്കി വിടാണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് തൽക്കാലത്തേക്ക് ഇവർക്ക് ഒരു ചെറിയൊരു ഇത് കൊടുക്കുക. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ആലോചിച്ചിട്ട് ചെയ്യാം കേട്ടോ. ചികിത്സയുടെ കാര്യങ്ങൾ നോക്കാം കേട്ടോ.